ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എജ് വാല 2.0. നാളത്തെ അക്കൗണ്ടൻസി ഓണ പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് തിയറീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഷോർട്ട് ആയിട്ടുള്ള തിയറിയാണ്. ഒന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഇതെങ്കിലും എഴുതി വെക്കുക. തിയറീസ് ബേസിക്കലി വളരെ കുറവുള്ളൂ. തിയറീസ് നാളത്തെ നിങ്ങളുടെ എക്സാമിന് ഒരു 5 ക്വസ്റ്റ്യൻസ് 6 ക്വസ്റ്റ്യൻസൊക്കെ മെയിനായിട്ട് പഠിക്കേണ്ടതുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ അറിയേണ്ടത് എന്താണ് പാർട്ട്ണർഷിപ്പ്, അതിൻ്റെ ഫീച്ചേഴ്സ് അറിഞ്ഞിരിക്കണം. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more പേഴ്സൺ, എന്താ പറയുക, ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ or any of them acting for all under mutual agreement എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സെൻറ്റൻസ് പഠിക്കുക കേട്ടോ. പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 എന്ന് തോന്നുന്നു, അത് പ്രകാരം ആക്ട് കൂടി നോക്കിക്കോളാം. ദെൻ ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് നോക്കാം. നമ്പർ ഓഫ് പേഴ്സൺ മിനിമം 2 ആണ്, മാക്സിമം 50 ആണ്. പക്ഷേ നമുക്ക് മാക്സിമം ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ളത് 10, ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ 20 എന്നാണ് കേട്ടോ. നിങ്ങളത് വെച്ച് നോക്കിയാൽ മതി. എഗ്രിമെൻറ്റ് ഉണ്ടായിരിക്കണം, മ്യൂച്വൽ എഗ്രിമെൻറ്റ് ഉണ്ടാവണം. ഇറ്റ് മേ ബി ഓർ ലോർ റിട്ടേൺ. പ്രോഫിറ്റ് എഗ്രീഡ് ഷെയറിൽ നമ്മൾ റേഷ്യോ ഷെയർ ചെയ്യണം. ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ് മസ്റ്റ് ബി ലോഫുൾ ആയിരിക്കണം. 5 ഫീച്ചേഴ്സ് ആണുള്ളത്. 5 ഫീച്ചേഴ്സ് തന്നെ പഠിക്കുക. ടെക്സ്റ്റിൽ നിങ്ങൾക്കൊരു 7 ഫീച്ചേഴ്സ് കാണാം, എന്നാലും നമ്മൾ 5 ഫീച്ചേഴ്സ് പഠിക്കുക. അതേപോലെ തന്നെ എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്? ദ ഡോക്യുമെൻറ്റ് കണ്ടെയ്നിങ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് എ ഫേം ഈസ് കോൾഡ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഏറ്റവും സിമ്പിളായ സെൻറ്റൻസ്. ഇതിനൊന്നും കൂടി നമുക്ക് വൈഡായിട്ട് എങ്ങനെ എഴുതാം? പാർട്ട്ണർഷിപ്പ് ഈസ് എ ബിസിനസ് ഓഫ് എഗ്രിമെൻറ്റ്. ഇറ്റ് മേ ബി ഓറൽ ഓർ റിട്ടേൺ. ദ റിട്ടേൺ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് ഈസ് കോൾഡ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. അങ്ങനെ എഴുതാം. കണ്ടൻറ്റ്സ് ഏതൊക്കെയാണ്? ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള ഒരു 5-6 കണ്ടൻറ്റ് എന്തായാലും പഠിക്കണം. നെയിം ഓഫ് ദി ഫേം, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി പാർട്ട്നേഴ്സ്, നേച്ചർ ഓഫ് ദി ബിസിനസ്, പ്ലേസ് ഓഫ് ബിസിനസ്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്, സാലറി കമ്മീഷൻ ഓഫ് ഈച്ച് പാർട്ട്ണർ, അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എങ്ങനെ കണ്ടുപിടിക്കാം, അതൊക്കെ നമുക്കിതിൻ്റെ കണ്ടൻറ് ആയിട്ട് എഴുതാം. ദെൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടോപ്പിക്ക്. കാരണം റൂൾസ് അപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല എങ്കിൽ 1932 പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം നമ്മൾ ഡീഡൊന്നും ഇല്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ 5 സംഭവങ്ങളുണ്ടല്ലോ. പ്രോഫിറ്റ് എങ്ങനെ ഷെയർ ചെയ്യണം? ഇറ്റ് മസ്റ്റ് ബി ഈക്വലി ഷെയർ ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻട്രസ്റ്റ് ഓൺ ലോൺ 6%, അത് മാത്രം 6%. റെമ്യൂണറേഷനോ സാലറി കമ്മീഷനോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എഗ്രിമെൻ്റ് ഇല്ല എങ്കിൽ ഒരെണ്ണം മാത്രം കൊടുക്കുക, 6%. അതെന്താ? ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ് അഡ്വാൻസ്, അല്ലാണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഒന്നല്ല. 6% പ്രോഫിറ്റ് ഈക്വലി ഷെയർ ചെയ്യുക. ദെൻ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ്. ഒന്നാമത്തെ ഡിഫറൻസ് എന്താ? എത്ര അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം? ഫിക്സഡിൽ 2 എണ്ണം, ഫ്ലക്ച്വേറ്റിംഗിൽ 1 എണ്ണം മതി. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റിലും ഫിക്സഡിൽ നമ്മൾ എഴുതാം കറണ്ട് അക്കൗണ്ടിലാണ്, ഫ്ലക്ച്വേറ്റിംഗിൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ എഴുതാം. ദെൻ ഫിക്സഡ് ബാലൻസ് ആണോ? നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ചേഞ്ച് വരാറില്ല. കാരണം എന്താ? ഫിക്സഡിൽ ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ. ഫ്ലക്ച്വേറ്റിംഗിൽ അങ്ങനെയല്ല, നമുക്ക് ക്യാപിറ്റലിൽ ചേഞ്ച് വരാം. ദെൻ ക്രെഡിറ്റ് ബാലൻസ് ആണ് ഫിക്സഡിൽ എപ്പോഴും വരിക, പക്ഷേ ഇവിടെ നമുക്ക് മേ ബി ഡെബിറ്റ് ബാലൻസും വരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ പ്രീ ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കണതിൻ്റെ ഒരു ഫോർമാറ്റ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ആദ്യം പ്രോഫിറ്റ് ഇവിടെ ചെയ്താൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ദെൻ ഇവിടെ വരുന്നത് ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി കമ്മീഷനൊക്കെയാണ്. അതായത് കമ്പനീനെ സംബന്ധിച്ചുള്ള ചിലവുകൾ ഡെബിറ്റ് സൈഡിലും കമ്പനീനെ സംബന്ധിച്ചുള്ള ഇൻകംസ് ക്രെഡിറ്റ് സൈഡിലുമാണ്. ദെൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വന്നിരിക്കാം. അതിൽ ചിലപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല എങ്കിൽ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കുന്നു കൂടി നമ്മൾ പഠിക്കണേ. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ തന്നിട്ടുണ്ടാവും, അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ഓൺ അഡീഷണൽ ക്യാപിറ്റൽ ആഡ് ചെയ്താലാണ് നമുക്ക് ശരിക്കും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടുക. ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ എസ് ചെയ്യണം. ചെയ്തിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിരുന്നു കേട്ടോ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ബിഗിനിങ് ആണെങ്കിൽ നമ്മൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, ആവറേജ് പീരീഡ് പ്രകാരം 6.5, മിഡിൽ ആണെങ്കിൽ 6, എൻഡ് ആണെങ്കിൽ 5.5. ഇതിൻ്റെ ഒക്കെ പ്രോബ്ലം നമ്മൾ ചെയ്തിരുന്നു. കാണാത്തവരുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക? ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, വേഗം പോയിട്ട് പ്രോബ്ലംസ് ഒന്ന് കാണാം കേട്ടോ. ക്വാർട്ടേർലി ആണ് എങ്കിൽ ഇൻറ്റു 4 ആണ് കേട്ടോ ചെയ്യേണ്ടത്. എമൗണ്ട് ഇൻറ്റു 4 ഇൻറ്റു റേറ്റ് ഇൻറ്റു 7.5, 6, 4.5. ദെൻ അത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഇൻക്ലൂഡ് എന്താണ്? എഗ്രിമെൻറ്റ് ഉണ്ട്, ലയബിലിറ്റി അൺലിമിറ്റഡ്, പ്രോഫിറ്റ് ഉണ്ട്, ഓൾ ഓഫ് ദിസ് അല്ലേ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ കറണ്ട് അക്കൗണ്ടിലാണ് എഴുതുക. പിന്നെ
പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല എങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രം 6% കൊടുക്കുക. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റലിലാണ് കേട്ടോ കണ്ടുപിടിക്കുക. ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമ്മൾ ക്യാപിറ്റൽ ലോണിലാണ് ഓപ്പണിംഗ് ക്യാപിറ്റലിലാണ് കണ്ടുപിടിക്കുക. പിന്നെ ഡാഷ് അക്കൗണ്ട് ത്രൂ ഹൗ പ്രോഫിറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ട്, എങ്ങനെയാണ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് കാണിക്കുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ദെൻ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കിടക്കുകയാണെങ്കിൽ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ്. അതിന് മുന്നേ എന്താണ് റീകൺസ്റ്റിറ്റ്യൂഷൻ? റീകൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ പുതുക്കി പണയാ അല്ലേ. പാർട്ട്ണർഷിപ്പ് ഈസ് ദ റിസൾട്ട് ഓഫ് എൻ എഗ്രിമെൻറ്റ് എമംഗ് ദ പാർട്ട്നേഴ്സ്. എനി ചേഞ്ചസ് ഇൻ ദ എക്സിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് പാർട്ട്ണർഷിപ്പ് ഈസ് ടേംഡ് ആസ് റീകൺസ്റ്റിറ്റ്യൂഷൻ. ഏതെങ്കിലും രീതിയിൽ ചേഞ്ചസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മളതിനെ റീകൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ മോഡ്സ് ഓഫ് റീകൺസ്റ്റിറ്റ്യൂഷൻ ചോദിക്കാറുണ്ട് കേട്ടോ. 4 പോയിന്റെങ്കിലും പഠിച്ചു വെക്കുക. അഡ്മിഷൻ വരുമ്പോൾ, റിട്ടയർമെൻറ്റ് വരുമ്പോൾ, ഡെത്ത് വരുമ്പോൾ, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വരുമ്പോൾ. ഓക്കെ, ഈ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ എന്ത് മാറ്റം വരുത്തും? പാർട്ട്ണർഷിപ്പ് മാറ്റം വരുത്തും. ദെൻ പാർട്ട്ണർഷിപ്പ് ഫേമിൽ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ പിന്നീട് ഈ പാഠത്തിൽ പഠിക്കുന്നത്. അതിൽ ആദ്യം ഫാക്ടേഴ്സ് ഓഫ് ഗുഡ് വില്ല് പഠിക്കാം. അതായത് ഗുഡ് വില്ലിൻ്റെ ഫാക്ടേഴ്സ് ചോദിക്കാറുണ്ട്. നേച്ചർ ഓഫ് ബിസിനസ്, ലൊക്കേഷൻ, എഫിഷ്യൻസി, മാർക്കറ്റ് സിറ്റുവേഷൻ, സ്പെഷ്യൽ അഡ്വാൻറ്റേജസ് ഓഫ് അതേഴ്സ്. അതായത് ഗുഡ് വില്ല് നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചിരുന്നു പ്രോബ്ലം വൈസിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യും? തിയറി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. ഒരാൾ പുതുതായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും? സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കണം, ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണം, ഗുഡ് വിൽ കൊണ്ടുവരും, അത് ട്രീറ്റ് ചെയ്യണം, റീവാലുവേഷൻ നടത്തണം, റിസർവ് ഒക്കെ ഉണ്ടെങ്കിൽ വിധിച്ചു കൊടുക്കണം, അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട് അത്രയും നടത്താം. ദെൻ പുതിയ പാർട്ട്ണറുടെ അഡ്മിഷൻ്റെ സമയത്ത് നമ്മൾ തയ്യാറാക്കുന്ന ഈ ഓർഡർ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ക്യാപിറ്റലിൽ കൊണ്ടുവരും, അയാൾക്ക് ന്യൂ റേഷ്യോ കൊടുക്കണം, പിന്നെ സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കണം, ഗുഡ് വിൽ ട്രീറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. അത് വലിയ കാര്യമില്ല. മെത്തേഡ്സ് ഓഫ് വാലുവേഷൻ ഓഫ് ഗുഡ് വിൽ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് വഴി കണ്ടുപിടിക്കാം. ആവറേജ് പ്രോഫിറ്റ് ഡിവൈഡ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ആണെങ്കിൽ 4 സ്റ്റെപ്പ് ഉണ്ട്. ആവറേജ് പ്രോഫിറ്റ്, സൂപ്പർ പ്രോഫിറ്റ്, നോർമൽ പ്രോഫിറ്റ്, ഗുഡ് വിൽ നമ്മൾ ചെയ്തിരുന്നു കേട്ടോ. ഇനി അടുത്തതാണ് ടു റൈറ്റ് അക്വയർഡ് ബൈ എ പാർട്ട്ണർ അറ്റ് ദ ടൈം ഓഫ് എൻ അഡ്മിഷൻ. പുതുതായിട്ട് വന്ന പാർട്ട്ണർക്ക് എന്തിനൊക്കെയുള്ള റൈറ്റ് ഉണ്ട്? 2 റൈറ്റ് ആണുള്ളത്. റൈറ്റ് ടു ഷെയർ ദ എസറ്റ് ഓഫ് ദി ഫേം, റൈറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദി ഫേം. പിന്നെ എന്താണ് ഗുഡ് വിൽ എന്ന് ചോദിക്കാറുണ്ട്. ഗുഡ് വിൽ ഈസ് ദ വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് എ ഫേം ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് എക്സ്പെക്റ്റഡ് ഇൻ ഫ്യൂച്ചർ ഓവർ ആൻഡ് എബവ് ദ നോർമൽ പ്രോഫിറ്റ്. ഫ്യൂച്ചറിൽ നമുക്ക് ഇത്ര പ്രോഫിറ്റ് കിട്ടും, നോർമൽ പ്രോഫിറ്റിൻ്റെ മുകളിൽ കിട്ടുമെന്ന് വിചാരിച്ച് നടത്തുന്ന ഇപ്പോഴത്തെ പ്രസൻറ്റ് വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ, സൽപ്പേര്, അതിനെ നമ്മൾ മണി ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് ഗുഡ് വിൽ എന്ന് പറയാം. വാട്ട് യു മീൻ ബൈ സാക്രിഫൈസിങ് റേഷ്യോ ചോദിക്കാറുണ്ട്. സാക്രിഫൈസിങ് റേഷ്യോ എന്താണ്? ദ റേഷ്യോ ഇൻ വിച്ച് ദ ഓൾഡ് പാർട്ട്നേഴ്സ് എഗ്രി ടു സാക്രിഫൈസ് ദെയർ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻ ഫേവർ ഓഫ് ദ ഇൻകമിംഗ് പാർട്ട്ണർ ഇസ് കോൾഡ് സാക്രിഫൈസിങ് റേഷ്യോ. അതായത് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓൾഡ് പാർട്ട്നേഴ്സ് സാക്രിഫൈസ് ചെയ്യുകയാണല്ലേ, അവർക്ക് കിട്ടുന്ന ഷെയറിൽ നിന്ന് പുതിയതായിട്ടൊരാൾ വരുമ്പോൾ അയാൾക്ക് സാക്രിഫൈസ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു എമൗണ്ട് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ആ ഒരു റേഷ്യോ എത്രത്തോളാണെന്ന് കണ്ടുപിടിക്കേണ്ടതാണ് സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ ഏതാ? സാക്രിഫൈസ് റേഷ്യോ ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. എന്താണ് സൂപ്പർ പ്രോഫിറ്റ് എന്ന് ചോദിക്കാം. സൂപ്പർ പ്രോഫിറ്റ് ഈസ് ദ എക്സസ് ഓഫ് ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് ഓവർ നോർമൽ പ്രോഫിറ്റ്. എന്നിട്ട് അതിൻ്റെ ഇക്വേഷൻ ഏതാണ് കേട്ടോ? സൂപ്പർ പ്രോഫിറ്റ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് എന്നുകൂടെ എഴുതി വെക്കുക. അതായത് നമുക്ക് കിട്ടുന്ന ആവറേജ് പ്രോഫിറ്റിൻ്റെക്കാൾ, അതായത് നോർമൽ പ്രോഫിറ്റിനേക്കാൾ എത്ര കൂടുതലുണ്ട് ആവറേജ് പ്രോഫിറ്റ്, അതാണ് നമ്മുടെ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ഓക്കെ, ദെൻ 1 മാർക്കിന് ചോദിക്കാം. റിവാലുവേഷൻ നമുക്കില്ല, റിവാലുവേഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മളത് നോക്കുന്നില്ല കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ ഇവൻറ്റ് ഓഫ് റീകൺസ്റ്റിറ്റ്യൂഷൻ. ഏതൊക്കെ സമയത്ത് റീകൺസ്റ്റിറ്റ്യൂഷൻ നടത്താം? അഡ്മിഷൻ, ഡെത്ത്, റിട്ടയർമെൻറ്റ് എല്ലാം. സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ്, തെറ്റിക്കരുത്. ദെൻ പിന്നീട് റിവാലുവേഷൻ അക്കൗണ്ടാണ്, നമുക്ക് വരാറില്ല. അപ്പോൾ ഇത്രയും നിങ്ങൾ മെയിനായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ തിയറി ക്വസ്റ്റ്യൻസ് ആണ്. ഇതിലിപ്പോൾ ഒരുവിധം എല്ലാ തിയറീസും ഒരുവിധം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തിയറി ക്വസ്റ്റ്യൻസ് നന്നായി പഠിക്കുക. ടെക്സ്റ്റ് വൈസ് പഠിക്കുന്നവർ ടെക്സ്റ്റ് വൈസ് ഒന്ന് നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.